ഓ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ പഞ്ചത്രിംശത്തമോധ്യായഃ. ഈ അധ്യായത്തിൽ ഗോപികകളുടെ യുഗളഗീതം ആണ് വർണ്ണിക്കുന്നത്. അതായത് 2 ശ്ലോകങ്ങൾ ഓരോ ഗോപികയും പാടുന്നു. അതുകൊണ്ടാണ് അതിന് 2 ശ്ലോകങ്ങൾ ഒരാൾ പാടുന്നുണ്ട്. യുഗളഗീതം എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ കാട്ടിലേക്ക് പോയപ്പോൾ ഗോപികളുടെ മനസ്സും കൃഷ്ണൻ്റെ പിന്നാലെ പോയി. അവർക്ക് വിരഹ ദുഃഖമുണ്ടായി. കൃഷ്ണൻ ചെയ്ത ബഹുവിധ ലീലകൾ അവർ കീർത്തനം ചെയ്ത് പകൽ മുഴുവനും കഴിച്ചുകൂട്ടി. കൃഷ്ണൻ ഓടക്കുഴൽ ഊതുമ്പോൾ പ്രകൃതിയിലെ ചരാചരങ്ങളിലുള്ള ഭാവമാറ്റം ആണ് ഓരോ ഗോപികയും വർണ്ണിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച ഗോപ്യ കൃഷ്ണേ വനം യാതേ തം അനുദ്രുതചേതസഃ കൃഷ്ണലീല പ്രഗായന്തു നിന്നുർദുഃഖേന വാസരാൻ. ഗോപ്യഃ കൃഷ്ണേ വനം യാതേ തം അനുദ്രുത ചേതസഃ കൃഷ്ണലീലാഃ പ്രഗായന്ത്യഃ നിന്നുഃ ദുഃഖേന വാസരാൻ. കൃഷ്ണൻ വനത്തെ യാതേ ധ്യാനം ചെയ്തിരിക്കുമ്പോൾ വനത്തിലേക്ക് പോയപ്പോൾ ഗോപികൾ തം അവനെ അനുദ്രുത ചേതസ അവനെ അനുസരിച്ച് പോയ മനസ്സോടുകൂടിയവരായിട്ട്. ഇപ്പം കൃഷ്ണൻ കാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സും കൃഷ്ണന് പിന്നാലെ പോയി. അങ്ങനെയുള്ള ഗോപികൾ കൃഷ്ണൻ്റെ ലീലകളെ പ്രഗായന്ത്യഃ പ്രകർഷേണ ഗാനം ചെയ്യുന്നവരായിട്ട് ദുഃഖേന വ്യസനത്തോടുകൂടി വാസരാൻ പകൽ സമയങ്ങളെ നിന്നുഹു കഴിച്ചുകൂട്ടി. അപ്പം കൃഷ്ണൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഗോപികൾ എങ്ങനെയാണ് പകൽ സമയം കഴിച്ചു കൂട്ടുന്നത്? അവർ കൃഷ്ണൻ്റെ ഓരോ ലീലകളെയും പാടി പുകഴ്ത്തിക്കൊണ്ട് ദുഃഖിച്ച് അങ്ങനെ പകൽ മുഴുവനും കഴിച്ചു കൂട്ടും. അപ്പം ഈ 2 ശ്ലോകം ഓരോരോ ഗോപികൾ പാടുന്നു. അതുകൊണ്ട് ഇതിനെ യുഗളഗീതം എന്ന് പറയുന്നു. അപ്പം നമ്മൾ 2 ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് വായിക്കുന്നത്. അപ്പോൾ 2 ശ്ലോകങ്ങൾ ഒരു ഗോപിക എന്നുള്ള രീതിയിൽ. അപ്പം നമുക്കിപ്പോൾ ആദ്യം 2, 3 കൂടെ. ഗോപ്യഊജു വാമബാഹുകൃത വാമകപോലോ വൽഗിതഭുരധാർപ്പിത വേണും കോമളാങ്കുലിഭിർ ആശ്രിതമാർഗം ഗോപ്യൈരതി യത്ര മുകുന്ദ വ്യോമയാനവനിത സഹസിദ്ധൈർ വിസ്മിതാസ്തതുപധാര്യ സലജ്ജ കാമമാർഗണ സമർപ്പിത ചിത്ത കശ്മലം യയുരപസ്മൃത നീവ്യാം. അപ്പോൾ കൃഷ്ണൻ പുറപ്പെട്ടു പോയി തിരിച്ച് മടങ്ങി വരുന്നത് വരെ കൃഷ്ണൻ ചെയ്ത ലീലകളിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് വർണ്ണിക്കും. അപ്പോൾ ഇവിടെ കൃഷ്ണൻ പോകുമ്പോൾ വഴിമധ്യേ ചെയ്യുന്ന വേണുഗാനം, അതുപോലെ തന്നെ സന്ധ്യാസമയമാകുമ്പോൾ ഇടത് കൈയിൽ മുഖം വച്ച് നിൽക്കുന്ന നിൽപ്പിനെ കണ്ടുകൊണ്ട്
ആകാശത്ത് നിൽക്കുന്ന ദേവസ്ത്രീകളുടെ ചേഷ്ടകളെ ഒരു സ്ത്രീ, ഒരു ഗോപിക മറ്റൊരു ഗോപികയോട് പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഗാനം ചെയ്യുമ്പോൾ അതിൽ തന്നെ മതിമറന്ന് ആകാശത്തിലെ ദേവസ്ത്രീകൾ മോഹിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. വാമബാഹുകൃത വാമകപോലോ, വാമബാഹു ഇടത്തെ കയ്യിൽ, കൃത വയ്ക്കപ്പെട്ട, വാമകപോലെ ഇടത്തെ കവിൾത്തടത്തോട് കൂടിയവനായി. അപ്പോൾ ഇടത്തെ കയ്യിൽ ഇടത്തെ കവിൾത്തടവും വെച്ച്, വൽഗു വൽഗിത ഹ്രു ഇളക്കപ്പെട്ട പുരികക്കൊടിയോടു കൂടി, ഇടത്തെ കൈത്തലത്തിൽ ഇടത്തെ കവിൾത്തടം വെച്ചുകൊണ്ട് പുരികക്കൊടികൾ ഭംഗിയിൽ ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ, മുകുന്ദക കൃഷ്ണൻ, കോമള അങ്കുലിഭി മൃദുവായ കൈവിരലുകളാൽ ആശ്രിതമാർഗം ആശ്രയിക്കപ്പെട്ട ദ്വാരങ്ങളോടുകൂടിയ അധരാർപ്പിത വേണു. കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? വേണു ഗാനം പൊഴിക്കുകയാണ്. അധരാർപ്പിത വേണു, അധരത്തിൻ്റെ അഗ്രത്ത് ചേർത്ത് വച്ചിരിക്കുന്ന ആ വേണുവിനെ ഗോപികകളെ എത്ര എപ്പോൾ ഈരതി ഊതുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു ഗോപിക പറയാണ്, അല്ലയോ ഗോപികളെ കേൾക്കുവിൻ. കൃഷ്ണന്റെ നിൽപ്പെങ്ങനെയാണ്? ഇടത്തെ കൈത്തലത്തിൽ ഇടത്തെ കവിൾത്തടം വെച്ചുകൊണ്ട് പുരികക്കൊടികൾ ഭംഗിയായി ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ ചുണ്ടിൻ്റെ അഗ്രത്ത് വച്ചിരിക്കുന്ന വേണുവിൽ സപ്തസ്വരങ്ങൾ മീട്ടിയപ്പോൾ അല്ലെങ്കിൽ ഗാനം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? കോമളാങ്കുലിഭിർ ആശ്രിത മാർഗം ഗോപ്യ ഈരതി എത്ര മുകുന്ദ, ഈരതി ഊതിയപ്പോൾ വ്യോമയാന വനിത സഹസിദ്ധൈർ, വ്യോമയാന വനിത ആകാശസഞ്ചാരികളായ സ്ത്രീകൾ, അതായത് ദേവസ്ത്രീകൾ, സിദ്ധ സഹ സിദ്ധന്മാരോടുകൂടി, അതിനെ ഉപധാര്യ കേട്ടിട്ട്, വിസ്മിതാഹ അവർ ആശ്ചര്യചകിതരായി, കാമമാർഗണ സമർപ്പിത ചിത്ത കാമൻ്റെ മന്മഥൻ്റെ ബാണങ്ങൾക്കായിക്കൊണ്ട് സമർപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായി, അതായത് കാമവികാരങ്ങളോട് കൂടിയവരായി, അപസ്മൃത നീവ്യ അപ്പം വസ്ത്രങ്ങൾ അഴിഞ്ഞുപോയതും ഉലഞ്ഞുപോയതും ഒന്നും അവരറിയുന്നില്ല. വസ്ത്രങ്ങളെ സ്മരിക്കാത്തവരായി, സലജ്ജ ലജ്ജയോടുകൂടിയവരായിട്ട്, കശ്മലം മോഹത്തെ യയു പ്രാപിച്ചു. അപ്പോൾ കൃഷ്ണൻ ആ വേണുവിൽ സപ്തസ്വരങ്ങൾ മീട്ടിയപ്പോൾ ആകാശത്തിലെ ദേവസ്ത്രീകൾ അതുപോലെ തന്നെ സിദ്ധന്മാരോടുകൂടി അവർ ഈ വേണുവിലങ്ങ് ലയിച്ചുപോയി. അപ്പോൾ അവർക്ക് കാമവികാരമുണ്ടായി. അവരുടെ വസ്ത്രങ്ങൾ തോളിൽ നിന്ന് വീണതും അവർ അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. വാമബാഹുകൃത വാമകപോലോ വൽഗിത ഭുരധാർപ്പിത വേണും കോമളാങ്കുലിഭിരാശ്രിത മാർഗം ഗോപ്യൈരതി എത്ര മുകുന്ദ ഗോമയാന വനിതാ സഹസിദ്ധൈർ വിസ്മിതാ തതുപധാര്യ സലജ്ജ കാമമാർഗ സമർപ്പിത ചിത്ത കശ്മലം യയുരപസ്മൃതനീവ്യ. ഇനി അടുത്തത് ശ്ലോകം 4-5. അന്തചിത്രമബലാശൃണുദേദം ഹാരഹാസൗരസീ സ്ഥിരവിദ്യുത് നന്ദസൂനുരയമാർത്തജനാനാം നർമ്മദോയർഹി കൂജിതവേണും വൃന്ദശോ വൃജവൃഷാ മൃഗഗാവോ
വേണുവാദ്യഹൃതചേതസാര ദന്തദഷ്ടകബളാധൃതകർണ നിദ്രിതാലിഖിത ചിത്രമിവാസൻ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ ഭഗവാൻ വേണുനാഥം ഗാനം ചെയ്യുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾ എന്തൊക്കെ ചെയ്യും? ഇവിടെ പശുക്കൾ, കാളകളും പശുക്കളും എല്ലാം എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അവയൊക്കെ പുല്ലുകൾ തിന്നുകൊണ്ട് നിൽക്കുകയായിരിക്കും. ആ പുല്ലുകൾ വായിൽ വെച്ച് കടിച്ചതും വേണുഗാനം കേട്ടതും അങ്ങനെ തന്നെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയവിറക്കുകയോ ചവയ്ക്കുകയോ ഒന്നും ചെയ്യാതെ അവർ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ വേണുഗാനം കേട്ടപ്പോൾ ദേവാംഗനമാർ മാത്രമല്ല മോഹിതരായത്, കാട്ടിലെ മൃഗങ്ങൾ പോലും, പശുക്കളും കാളുകളും പോലും മോഹിച്ച് ആ ഗാനം കേട്ട് നിന്നുപോയി. അതാണ് ഇവിടെ പറയുന്നത്. ഹന്ത ചിത്രം അബല. ഹന്ത അബല. ഹേ അബലകളെ, ഒരു ഗോപസ്ത്രീ മറ്റുള്ളവരോട് പറയണം, ഹേ ഗോപസ്ത്രീകളെ, സ്ത്രീകളെ, ഇതം ചിത്രം, ഈ ആശ്ചര്യത്തെ, ശുണുത, കേൾക്കുവിൻ. ഹാരഹാസ, ഹാരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മന്ദഹാസത്തോട് കൂടിയതും, അതായത് ഓടക്കുഴൽ വായിക്കാൻ ഭാവിച്ചു കുഴലെടുത്ത് ചുണ്ടിൽ വെച്ച് മുഖം അല്പം കീഴ്പോട്ട് താഴ്ത്തുമ്പോൾ എന്താ, കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മാലയിൽ വ്യാപിക്കത്തക്കവണ്ണം മന്ദഹാസം ചെയ്തു. അപ്പം അല്പം വേണുവിൻ്റെ താഴ്ത്തിയപ്പോൾ, മുഖം താഴ്ത്തിയപ്പോൾ ഹാരത്തിൽ മുഖം തട്ടി. അപ്പം മന്ദഹാസം അതുവരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഹാരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മന്ദഹാസത്തോടു കൂടിയവനും ആർത്തജനാന, ദുഃഖിതകളായ നമ്മൾക്ക് നർമ്മദ, വിനോദത്തെ നൽകുന്നവനുമായ അയം നന്ദസൂനു, ഈ കൃഷ്ണൻ യർഹി, എപ്പോൾ പൂജിത വേണു, ശബ്ദിച്ച വേണുവിനോട് കൂടിയോ, അല്ലെങ്കിൽ എപ്പോൾ വേണുവിനെ ശബ്ദിച്ചോ അപ്പോൾ, ശ്ലോകം 5, വൃന്ദശോ വൃജവൃഷ മൃഗഗാവഹ. വൃജവൃഷ, വൃജത്തിലെ കാളകളും, മൃഗഗാവഹ, ഗാവഹ മൃഗങ്ങളും അല്ലെങ്കിൽ പശുക്കളും, വൃന്ദശ സംഘമായി ചേർന്ന്, ആരാ ദൂരെ നിന്നുകൊണ്ട് തന്നെ വേണുവാദ്യഹൃത ചേതസ, വേണുവാദ്യത്താൽ ഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായി, ദന്തദഷ്ട കബള, പല്ലുകളാൽ കടിക്കപ്പെട്ട കബളം, പുല്ലുകളോട് കൂടിയവയായി. അപ്പോൾ പുല്ലിനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ചവച്ചിറക്കിയില്ല. പിന്നെ ചിലവർ ചവച്ചിറക്കിയിട്ട് അയവിറക്കുന്നവർ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ധൃതകർണ, ധരിക്കപ്പെട്ട കർണത്തോടു കൂടിയത്. എന്നിട്ട് അവ പുല്ലിനെ ചവച്ചിറക്കുകയോ അയവിറക്കുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല കർണങ്ങളെ, കാതുകളെ എന്ത് ചെയ്യുന്നു, കൂർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വേണുഗാനം കേൾക്കാൻ വേണ്ടി കാതിനെ ഉയർത്തി കൂർപ്പിച്ച് പിടിച്ച് കണ്ണുകൾ അടച്ച്, നിദ്രയെ പ്രാപിച്ചവനെ പോലെ കണ്ണുകൾ അടച്ച്, ലിഖിത ചിത്രം, ചിത്രത്തിൽ എഴുതപ്പെട്ട മൃഗത്തെ പോലെ, അതായത് പടം വരച്ചിരിക്കുന്ന മൃഗമാണെന്ന് തോന്നൂല, ജീവനുള്ള മൃഗമാണെന്ന് തോന്നൂല, പടം വരച്ചിരിക്കുന്ന മൃഗത്തെ പോലെ. അതാണ് ലിഖിത ചിത്രം, പടത്തിൽ വരച്ചിരിക്കുന്ന മൃഗത്തെ പോലെ ആസൻ നിന്നു. ഹന്ത, ആശ്ചര്യം തന്നെയാണ്. അപ്പോൾ അവ പ്രതിമ കണക്കെ അങ്ങ് നിന്നുപോയി. ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോൾ പുല്ല് കടിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ തന്നെ നിന്നുപോയി, അയവിറക്കിക്കൊണ്ടിരുന്നത് അയവിറക്കാതെ അങ്ങനെ നിന്നു. കാത് കൂർപ്പിച്ച് കണ്ണുകൾ അടച്ച് ആ വേണുഗാനം തന്നെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. അന്തചിത്രമബലാശുണുദേദം ആരഹാസൗരസി സ്ഥിരവിദ് നന്ദസൂനുരയമാർത്തജനാനാം നർമ്മദോ യർഹി കൂജിത വേണു വൃന്ദശോ വൃജവൃഷാ മൃഗഗാവോ വേണുവാദ്യഹൃത ചേതസ ആരാ ദന്തദഷ്ടകബളാധൃതകർണ നിദ്രിതാലിഖിത ചിത്രമിവാസൻ. ശ്ലോകം 6.
ബർഹിണസ്തബകതാതുപലാശൈർ ബദ്ധമല്ല പരിബർഹ വിടംബ കർഹിചിത് സബല ആളിസ ഗോപൈർ ഗാസമാഹുയതി യത്ര മുകുന്ദ തർഹി ഭഗ്നഗതയ സരിതോ വൈ തത്പദാംബുജരജോ നിലനീതം സ്പൃഹയതി വയമിവാ ബഹുപുണ്യ പ്രേമവാവിദ പൂജ സ്ഥിമിതാപ. അടുത്തത് മറ്റു പക്ഷികൾ, മയിലുകൾ ഒക്കെ എന്ത് ചെയ്യുന്നു, അതുപോലെ നദികൾ. അപ്പോൾ പ്രകൃതിയിലെ സകല ചരാചരങ്ങളും ഭഗവാന്റെ വേണുഗാനം കേട്ട് നിശ്ചലമായി പോയി. ബർഹിണ ബർഹിണ എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ സ്തബക ധാതു പലാശയ, പീലികൾ കൊണ്ടും ധാതുക്കൾ കൊണ്ടും, ധാതുക്കൾ എന്ന കാവ്യമണ്ണ് കൊണ്ടും, ബദ്ധമല്ല പരിബർഹണ വിടംബ, ബന്ധിക്കപ്പെടുന്ന മല്ല പരികരത്തെ അനുകരിക്കുന്ന, അതായത് ഇവ കൊണ്ട് മല്ലന്മാരുടെ വേഷം ധരിച്ച് ഇലകളും പീലികളും എല്ലാം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അലങ്കരിക്കുകയാണ്. മല്ലന്മാരുടെ വേഷം ധരിച്ച് ബലരാമനോടുകൂടി സഞ്ചരിക്കുന്ന ഭഗവാൻ, മല്ല പരികരത്തെ അനുകരിക്കുന്ന മുകുന്ദ കൃഷ്ണൻ, ആളി ഹേ സഖി, ഒരു ഗോപസ്ത്രീ വേറൊരു ഗോപസ്ത്രീയെ വിളിക്കുകയാണ്, അല്ലെ കൂട്ടുകാരി, സബല ബലനോട് കൂടിയവനായിട്ട് സ ഗോപൈ ഗോപന്മാരോടുകൂടി, ഗാഹ പശുക്കളെ കർഹിച്ച്, ചിലപ്പോൾ എത്ര ഏത് ദിക്കിൽ സമാഹുയത വിളിക്കുന്നുവോ. അപ്പോൾ ചിലപ്പോൾ പശുക്കളെ വിളിക്കും, പലയിടത്തും ദിക്കിലും ചെന്ന് നിന്നിട്ട് പശുക്കളെയും ഗോപന്മാരെയും തൻ്റെ സമീപത്ത് വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓടക്കുഴൽ വിളിക്കും. അപ്പോൾ അങ്ങനെ ഓടക്കുഴൽ വിളിക്കുമ്പോൾ തർഹി, അപ്പോൾ ഭഗ്നഗതയ, ഏഴാമത്തത് ഭഗ്നമായ ഗതിയോടുകൂടിയ, അതായത് വേണുഗാനം കേട്ട് നദികൾ എന്ത് ചെയ്യുമെന്നാണ്. അവ നിശ്ചലമായ ജലത്തോടുകൂടി നിൽക്കും. നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ ഒഴുകാതെ നിൽക്കും. അതാണ് ഇവിടെ പറയുന്നത്. സരിതഹ നദികൾ, അനിലനീത കാറ്റിനാൽ നയിക്കപ്പെടുന്ന തത്പദാംബുജരജ അവൻ്റെ പാദപത്മ പൊടിയെ, സ്പൃഹയതി ആഗ്രഹിക്കുന്ന, ബഹുപുണ്യാഹ അതിപുണ്യമില്ലാത്തവരായ, അബഹുപുണ്യ എന്നാണ്, അധികം പുണ്യമില്ലാത്തവരായ വയം ഇവ നമ്മളെ എന്ന പോലെ, വൈ നിശ്ചയമായിട്ടും, പ്രേമവേവിത ഭുജ സ്നേഹത്താൽ ഇളക്കപ്പെട്ട കൈകളോടും, സ്ഥിമി താപ നിശ്ചലമായ ജലത്തോടു കൂടിയവയായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ നദികൾ കൂടി സ്തംഭിച്ച് അതിൻ്റെ ഗതി, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ഗതി അവിടെ തടസ്സപ്പെടുത്തുന്നു. കാറ്റിൽ പറക്കുന്ന കൃഷ്ണപാദപത്മ പൊടിയെ ആഗ്രഹിക്കുന്ന കൈകൾ കൊണ്ട് പ്രേമത്തെ സൂചിപ്പിക്കുന്ന മട്ടിൽ പല വിധത്തിൽ ഇളക്കിയും, സമീപത്തിലെത്തുമ്പോൾ മാത്രം പുണ്യമില്ലാത്തതിനെ ആലോചിച്ച് നമ്മളെപ്പോലെ കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്നുവോ എന്ന് തോന്നുമാറ്. അപ്പോൾ നദികളെ കണ്ടാൽ അങ്ങനെ തോന്നും. അത് ദുഃഖിച്ച് നമ്മളെ പോലെ തന്നെ അവയും വിരഹ ദുഃഖം അനുഭവിക്കുകയാണ്. അപ്പോൾ കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്നുവെന്ന് തോന്നും. അങ്ങനെ പ്രഭാതത്തിൻ്റെ ഗതി സ്തംഭിച്ചു പോയി നിൽക്കുന്നത്. അപ്പോൾ അചേതന വസ്തുക്കളെ പോലും മോഹിപ്പിക്കാൻ ഭഗവാന്റെ വേണുഗാനത്തിന് ശക്തിയുണ്ട്. ബർഹിണസ്തബകധാതുപലാശേർ ബദ്ധമല്ല പരിബർഹ വിടംബൈ കർഹിജിത് സബല ആളിസ ഗോപൈർ ഗാസമാഹ്വയതി യത്ര മുകുന്ദ തർഗിഭഗ്നഗതയ സരിതോ വൈ തത്പദാംബുജരജോ നിലനീതം
സ്പൃഹയതിർ വയമിവാ ബഹുപുണ്യ പ്രേമവേപിതഭുജാസ്തിമിതാപഹ. ശ്ലോകം 8-9. അനുചരൈർ സമനുവർണിത വീര്യ ആദിപൂരുഷ ഇവാചലഭൂതി വനചരോ ഗിരിതടേഷു ചരന്തിർ വേണുനാഹ്വയതി ഗാസയദാഹി വനലതാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യൈവ പുഷ്പഫലാഢ്യ പ്രണതഭാരവിടവാ മധുതാര പ്രേമകൃഷ്ടതനവാസസൃജുസ്മാ. ഇനി പശുക്കളെ പേര് പറഞ്ഞു വിളിക്കുന്നതും അതുപോലെ തന്നെ ചെടികൾക്ക് വരുന്ന മാറ്റങ്ങളുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അനുചരൈ സമനു വർണ്ണിത വീര്യ, കൂടെ സഞ്ചരിക്കുന്നവരാൽ സമനു വർണ്ണിത വീര്യ, സമ്യക്കാകും വണ്ണം ക്രമേണ വർണ്ണിക്കപ്പെട്ട വീര്യത്തോട് കൂടിയവനും. ആദിപുരുഷക ഇവ, ആദിപുരുഷക ഇവ, ആദിപുരുഷൻ വിഷ്ണു എന്ന പോലെ അചലഭൂതി, ഇളക്കമില്ലാത്ത ലക്ഷ്മിയോട് കൂടിയവനും. മഹാവിഷ്ണുവിനെ മഹാലക്ഷ്മി എന്ന പോലെ വിട്ടുപിരിയാതിരിക്കുന്ന ശ്രീയോടുകൂടിയ ഭഗവാനായ കൃഷ്ണന്റെ പിന്നാലെ നടക്കുന്ന ഗോപന്മാർ. വനചര, കാട്ടിൽ സഞ്ചരിക്കുന്നവനുമായ സഹാവൻ. ഗിരിതടേഷു, പർവ്വത പ്രദേശങ്ങൾ ചരന്തി സഞ്ചരിക്കുന്ന. ഗാഹ, പശുക്കളെ. യഥാ, എപ്പോൾ. വേണുനാഹി, വേണുകൊണ്ട് തന്നെ. ആഹുയതി, വിളിക്കുന്നു. ഇപ്പോൾ പശുക്കൾ ദൂരെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വേണുകൊണ്ട് തന്നെ പശുക്കളെ വിളിക്കും. അവയുടെ പേരുകളൊക്കെ പ്രത്യേകം പേരുകളുണ്ട്. അത് വേണുവിൽ കൂടി തന്നെ പുറപ്പെടുവിച്ചുകൊണ്ട് എപ്പോൾ വിളിക്കുമോ അപ്പോൾ വനലത സ്തരവ ആത്മനി വിഷ്ണു. വനലത, കാട്ടിലെ വള്ളികളും തരവക, മരങ്ങളും ആത്മനി, തന്നിൽ വിഷ്ണു വ്യാപിച്ചിരിക്കുന്ന ആനന്ദം, സന്തോഷത്തെ വ്യഞ്ജയന്ത്യ ഇവ, സൂചിപ്പിക്കുന്നവയോ എന്ന് തോന്നുമാറ്. പുഷ്പഫലാട്യ, പുഷ്പങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കപ്പെട്ടവയായി. പ്രണതഭാര വിടവ, ഭാരം കൊണ്ട് താണ കൊമ്പുകളോട് കൂടിയവയായി. പ്രേമഹൃഷ്ടതനവ, പ്രേമത്താൽ ഹർഷിച്ച ശരീരത്തോട് കൂടിയവയായിട്ട്. മധുതാര, മധുതാരകളെ സസൃജു, വർഷിച്ചു. സ്മ, ആശ്ചര്യം. ഇപ്പോൾ ഭഗവാൻ വേണുവിൽ കൂടി പശുക്കളെയൊക്കെ വിളിക്കുമ്പോൾ ചെടികൾക്ക് പോലും രോമാഞ്ചമുണ്ടായി. അതായത് ചെടികളിൽ പെട്ടെന്ന് തന്നെ പുഷ്പങ്ങളും ഫലങ്ങളും കാണപ്പെട്ടു. കൃഷ്ണന്റെ അതിസ്നേഹത്തെ സൂചിപ്പിക്കുന്ന രോമാഞ്ചം ആണോ എന്ന് തോന്നുമാറ് അതിൽ ഇളം തളിരുകളും പൂമട്ടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ ഈ മഹാപുരുഷനെ നമസ്കരിക്കുന്നുവോ എന്ന് തോന്നും. പഴങ്ങളിൽ നിന്നും പൂക്കളിൽ നിന്നും ഒഴുകുന്ന തേന് കാണുമ്പോൾ ഗാനശ്രവണം നിമിത്തം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആനന്ദം ഒതുങ്ങാതെ പുറത്തേക്ക് ധാരധാരയായി ഒഴുകുന്നുവെന്ന് തോന്നും. പൂക്കളിൽ നിന്നും ഒഴുകുന്ന തേന് കാണുമ്പോൾ ഗാനശ്രവണ നിമിത്തം ഉള്ളിൽ നിറഞ്ഞ ആനന്ദം പുറത്തേക്ക് ഒഴുകുകയാണോ എന്ന് തോന്നും. ഇത് ആശ്ചര്യം തന്നെയാണ്. ഹേ സഖി, സ്ഥാവരങ്ങളായ വൃക്ഷലതാദികൾക്കു കൂടി ഈ വിധം ആനന്ദമുണ്ടാകുന്നു. അപ്പം അങ്ങനെയുള്ള ആ വേണുഗാനം പൊഴിക്കുന്ന ആ വേണുഗോപാലൻ്റെ വിരഹം നിമിത്തമുണ്ടാകുന്ന ദുഃഖത്തെ നമ്മൾ എങ്ങനെയാണ് സഹിക്കുന്നത്? അനുചരൈ സമനു വർണ്ണിത വീര്യ ആദിപൂരുഷൈവാചലഭൂതി
വനചരോ ഗിരിതടേഷു ചരന്തീർ വേണുനാഗോയതി കാസയദാഹി വനലതാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യൈവ പുഷ്പഫലാട്യാ പ്രണതഭാരവിടഭാ മധുതാര പ്രേമഹൃഷ്ടതനവസൃജുസ്മ. ശ്ലോകം 10-11. ദർശനീയ തിലകോവനമാല ദിവ്യഗന്ധ തുളസീ മധുമത്തൈ അളികുലൈ അലകുഗീതമഭീഷ്ടം ആദ്രിയന്യർഹി സന്ധിത വേണു സരസി സാരസ ഹംസ വിഹംഗ ചാരുഗീതകൃതചേതസയേത്യ ഹരിമുപാസത തേയത ചിത്ത ഹന്തമീലിത ദൃശോധൃതമൗന. ദർശനീയ തിലകഃ വനമാല. ദർശനീയ തിലകഃ, മനോഹരമായ തിലകങ്ങളോടുകൂടിയ കൃഷ്ണൻ. അപ്പം ഇതിൽ താമര പൊയ്കയിലെ പക്ഷികളുടെയും മനസ്സിനെ ഈ ഗാനം ആകർഷിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ കൃഷ്ണൻ്റെ സൗന്ദര്യത്തെ പറയുകയാണ്. മനോഹരമായ തിലകമൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് കാട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വനമാല ദിവ്യഗന്ധ തുളസി മധുമത്തൈ, വനമാലകളുടെ കൂട്ടത്തിൽ ദിവ്യഗന്ധമുള്ള തുളസിയുടെ മധുവിനാൽ മറച്ചിരിക്കുന്ന അളികുലൈ, വണ്ടിൻ കൂട്ടങ്ങളാൽ അലഘു ഉച്ചമാകും വണ്ണം അഭീഷ്ടം അനുകൂലമാകും വണ്ണം ഗീതം ഗാനം ചെയ്യപ്പെട്ടതിനെ ആർദ്രിയൻ ആദരിക്കുന്നവനായിട്ട് ഇർഹി എപ്പോൾ സന്ധിത വേണു വേണുവിനെ യോജിപ്പിച്ചുവോ, ചുണ്ടിൽ വേണുവിനെ യോജിപ്പിച്ചുവോ. അപ്പോൾ ആ ഭഗവാൻ സഞ്ചരിക്കുന്ന സമീപ പ്രദേശത്തുള്ള താമര പൊയ്കകളിൽ വസിക്കുന്ന കുളക്കോഴി, ഹംസം തുടങ്ങിയ പക്ഷികൾ വേണുഗാനം കേട്ട ഉടനെ തന്നെ കൃഷ്ണൻ്റെ സമീപത്തേക്ക് വന്നിരുന്നു എന്നാണ്. സരസി തടാകത്തിൽ സാരസ ഹംസ വിഹംഗ, സാരസ കുളക്കോഴി, ഹംസം മുതലായ ഏതേതു പക്ഷികളോ തേച്ച അവയും ചാരുഗീതകൃത ചേതസ മനോഹര ഗാനത്താൽ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി ഏത്യ പ്രാപിച്ചിട്ട് യഥാചിത്ത അടയ്ക്കപ്പെട്ട ചിത്തത്തോടുകൂടി ധൃതമൗന മൗനത്തെ ധരിച്ചവരായി മീലിത ദൃശ കണ്ണടച്ച് ഹരിയെ ഉപാസിച്ചു. ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇവയെല്ലാം ഹംസപക്ഷികൾ, കുളക്കോഴി ഇവയൊക്കെ എന്ത് ചെയ്തു? വേണുഗാനം കേട്ടതും ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. സമീപത്ത് വന്ന് ഗാനനാദത്തിൽ അവയുടെ മനസ്സ് ലയിച്ചു. അവ സ്വതവേ പ്രകടിപ്പിക്കുന്ന ആ ശബ്ദങ്ങളൊന്നും കേൾപ്പിക്കാതെ കണ്ണടച്ച് ഭഗവാനെ ധ്യാനിക്കുന്നത് പോലെ ഇരുന്നു. അപ്പോൾ പക്ഷികൾ പോലും ഭഗവാനെ ധ്യാനിച്ചു എന്നാണ്. അപ്പം ഇത് ആശ്ചര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഭഗവാന്റെ ഗാനം കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ദർശനീയ തിലകോവനമാല ദിവ്യഗന്ധ തുളസി മധുമത്തൈ അളികുലൈരലഘു ഗീതമഭീഷ്ടം ആദ്രിയന്യർഹി സന്ധിത വേണും സരസി സാരസഹംസ വിഹംഗ ചാരുഗീതകൃതചേതസയേത്യ ഹരിമുപാസത തേയത ചിത്ത ഹന്തമീലിത ദൃശോസുധു ധൃതമൗന. ശ്ലോകം 12-13. സഹബല ശകവദം സവിലാസ സാനുഷക്ഷിതി മൃദോവര വ്രജദേവ്യ ഹർഷയൻ യർഹി വേണുരവേണ ജാതഹർഷ ഉപരംപതി വിശ്വം മഹത് അതിക്രമണ ശങ്കിതചേത മന്ദമന്ദമനുഗർജതി മേഘ സുഹൃതമഭ്യവർഷത്സു മനോഭി ഛായയാ ച
പ്രതപത്രം. അപ്പോൾ വേണുഗാനം ചെയ്യുന്ന ഭഗവാനെ മേഘം പോലും വന്ന് സേവിക്കുന്നു എന്നാണ്. സഹബല ശ്രഗ് അവതംസ വിലാസക സാനിഷ ക്ഷിതിമൃതക വ്രജദേവ്യ. ഹേ വ്രജവാസികളെ, വ്രജസുന്ദരികളെ. വേറൊരു ഗോപിക മറ്റു ഗോപികരോട് പറയാണ്, സഹബല, ബലരാമനോട് കൂടിയവനായി, ശ്രഗവതംസ വിലാസ, മാലകളാകുന്ന തോൾ ശോഭയോട് കൂടിയവനായ, കഴുത്തിൽ മാലകൾ ധരിച്ചിരുന്നുകൊണ്ട് തോളുകളും ശോഭിച്ചിരുന്നു, അങ്ങനെയുള്ള കൃഷ്ണൻ. ക്ഷിതിഭൃത, പർവ്വതത്തിൻ്റെ സാനു, തടങ്ങളിൽ, ജാതഹർഷക, ജാതമായ സന്തോഷത്തോടു കൂടിയവനായി, വിശ്വം, ലോകത്തെ, ഹർഷയൻ, സന്തോഷിപ്പിക്കുന്നവനായിട്ട്, യർഹി, എപ്പോൾ, വേണുരവേണ, വേണുനാദത്താൽ ഉപരംഭതി, നിറയ്ക്കുന്നു. അപ്പോൾ എപ്പോൾ ഭഗവാൻ ആ പർവ്വത പ്രദേശത്ത് നിന്ന് വേണുഗാനം പൊഴിച്ചുവോ അപ്പോൾ മഹദതിക്രമണ ശങ്കിതചേത മന്ദം മന്ദം അനുഗർജതി മേഘം എന്ത് ചെയ്തു? മഹദതിക്രമണ ശങ്കിതചേത, മഹാനായ കൃഷ്ണനെ അതിക്രമിക്കുന്നതിൽ ശങ്കിച്ച മനസ്സോടുകൂടിയവരായിട്ട്, മന്ദം ഏറ്റവും പതുക്കെ, അനുഗർജതി, അതിനനുസരിച്ച് ശബ്ദിക്കുന്നു. സൗഹൃദം, സുഹൃത്തിനെ, സുമനോഭി, പുഷ്പങ്ങൾ കൊണ്ട് അഭിവർഷിച്ചു. ഛായായ, നിഴൽ കൊണ്ട്, പ്രതപത്രം, കുടയെ, ധരിച്ചു. അപ്പം മേഘം എന്ത് ചെയ്തു? അദൃശ്യ രൂപനായിട്ട് കൃഷ്ണന്റെ വേണുഗാനം കേട്ട് പതുക്കെ ഗർജിച്ചുള്ളൂ. ഭയങ്കര ഇടിയൊന്നും പോയി ശബ്ദിച്ചില്ല. കാരണം എന്താണ്? ഭയങ്കര ശബ്ദമായാൽ ഭഗവാന്റെ വേണുഗാനത്തെ അതിക്രമിച്ചു പോകുമോ എന്ന് ഭയന്ന് കൃഷ്ണനിൽ ശങ്കിച്ച മനസ്സോടുകൂടി, കൃഷ്ണനെ അതിക്രമിക്കുന്നതിൽ ശങ്കിച്ച മനസ്സോടുകൂടി മെല്ലെ അനുഗർജതി, ശബ്ദമുണ്ടാക്കി. സുഹൃതം, സുഹൃത്തിനെ, സുമനോഭി, പുഷ്പങ്ങൾ കൊണ്ട് അഭിവർഷം, പുഷ്പങ്ങൾ കൊണ്ട് അഭിവർഷിച്ചു. ഛായായം, നിഴൽ കൊണ്ട്, പ്രതപത്രം, കുടയെ ധരിച്ചു. അപ്പം മേഘം അദൃശ്യരൂപനായിട്ട് വന്ന് കൃഷ്ണന്റെ വേണുഗാനത്തിന് ശ്രുതി പിടിക്കുന്നത് പോലെ മെല്ലെ പതുക്കെ ആ ഇടിയുടെ ശബ്ദം കേട്ടുള്ളൂ. കാരണം ലോകനാഥനായ കൃഷ്ണന്റെ സദൃശമായ ഉച്ചത്തിൽ ഗർജിച്ചാലോ കൃഷ്ണനെ അതിക്രമിച്ചു എന്ന് വരികയില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു? മേഘം പതുക്കെ ഇടിശബ്ദം പുറപ്പെടുവിച്ചുള്ളൂ. പിന്നെ കൃഷ്ണന്റെ മീതെ അതിശീതളകരമായിരിക്കുന്ന തുഷാരഗണങ്ങൾ പുഷ്പം പോലെ വർഷിച്ചു. കൃഷ്ണന്റെ ഉപരിഭാഗത്ത് നിൽക്കുന്ന മേഘങ്ങളെ കണ്ടാൽ ഗാനശ്രദ്ധയോടെ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ വെയിൽ കൊള്ളാതെ രക്ഷിക്കാനായി തൻ്റെ നിഴൽ കൊണ്ട് കുട പിടിച്ചിരിക്കുകയാണോ എന്ന് തോന്നും. ഈ വിധം മേഘവും അനുമോദിക്കുന്ന വേണുഗാനത്തെ പ്രയോഗിക്കുന്ന ഭഗവാന്റെ വിയോഗം നമ്മൾ എങ്ങനെ സഹിക്കും എന്ന് പറയുകയാണ്. സഹബല ശഗവദം സവിലാസ സാനുഷൃതി മൃദോ വ്രജദേവ്യ ഹർഷയന്യർഹി വേണുരവേണ ജാതഹർഷം ഉപരംഭതി വിശ്വം മഹദതിക്രമണ ശങ്കിതചേത മന്ദം മന്ദമനുഗർജിതമേഘ സുഹൃതമപ്യവർഷത്സു മനോഭി ഛായയാ ച വിദദത് പ്രതപത്രം. ശ്ലോകം 14. വിവിധ ഗോപചരണേഷു വിക്തോ വേണുവാദ്യ ഉരുധാ നിജശിക്ഷ തവ സുതസതി യഥാതരബിംബേ ദത്തവേണുരനയത്സ്വരജാതി സവനശതദുപധാര്യ സുരേശ ശക്രശർവപരമേഷ്ടി പുരോഗ കവയ ആനദ കന്ധജരചിത്ത കശ്മലം യയുരനേച്ചിത തത്വ.
വിവിധ ഗോപ ചരണേഷു വിക്തഃ. സതിഹേ പതിവ്രതേ വിവിധ ഗോപചരണേഷു, ബഹുവിധങ്ങളായ ഗോപക്രീഡകളിൽ വിക്ത നിപുണനായ തവ നിന്റെ സുതക പുത്രൻ. ഇനി യശോദയോടാണ് പറയുന്നത്. അല്ലേ യശോദേ, പല കളികളിൽ സാമർഥ്യമുള്ള നിന്റെ പുത്രൻ അധരബിംബെ തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന ചുണ്ടിൽ ദത്തവേണു വയ്ക്കപ്പെട്ട വേണുവിനോടുകൂടി വേണുവാദ്യത്താൽ ഉരുത ബഹുപ്രകാരത്തിൽ ഇരിക്കുന്നതും നിജശിക്ഷ സ്വന്തമായ അഭ്യാസത്തോടു കൂടിയവനുമായ സ്വരജാതി സ്വരഭേദങ്ങളെ എപ്പോൾ നിന്ദിച്ചുവോ അപ്പോൾ എന്ത് ചെയ്തു? സവനശക്രമത്തിൽ അതിനെ ഉപധാര്യ കേട്ടിട്ട് ശക്ര ശർവ പരമേഷ്ടി പുരോഗമ. ശക്രൻ ഇന്ദ്രൻ, ശർവ ശിവൻ, പരമേഷ്ടി ബ്രഹ്മാവ് മുതലായ സുരേശ ദേവശ്രേഷ്ഠന്മാർ കവയവാഭി അതിനിപുണരാണെങ്കിലും ആനത കന്ധര ചിത്ത താഴ്ത്തപ്പെട്ട കഴുത്തോടും ചിത്തത്തോടും കൂടിയവരായി അനിച്ഛത തത്വ നിശ്ചയിക്കപ്പെടാത്ത തത്വത്തോടു കൂടിയവരായി കശ്മലം ദേഹത്തെ പ്രാപിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവശ്രേഷ്ഠന്മാർ പോലും മഹാനിപുണരാണെങ്കിലും ഭഗവാൻ ചെയ്യുന്ന ഈ താളം സ്വരലയം അവർക്ക് നിർണയിച്ചറിയാൻ ശക്തിയില്ലായിരുന്നു. അവരുടെ പാണ്ഡിത്യവും ഗർവും തീരെ നശിച്ചു. അവരും മോഹിച്ചുപോയി. ഇത് ആശ്ചര്യപ്പെടണമെന്ന് ചോദിക്കുകയാണ്. വിവിധ ഗോപചരണേഷു വിക്തോ വേണുവാദ്യ ഗുരുദാ നിജ ശിക്ഷ തവ സുധാ സതി യഥാധരബിംബേ ദത്തവേണുരനയത് സ്വരജാതി സവനശത്തതുപധാര്യ സുരേശ ശക്രശർവപരമേഷ്ടി പുരോഗ കവയ ആനത കന്ദരചിത്ത കശ്മലം യയുറനീച്ചിതത് തത്വ. ശ്ലോകം 16-17. നിജപദാബ്ജദളൈർധ്വജവജ്ര നീരജാങ്കുശവിചിത്രലലാമൈ വ്രജഭുവശമയൻ പുരതോദം വർഷ്മധുര്യഗതിരീഡിതവേണും വ്രജതി തേന വയം സവിലാസ വീക്ഷണാർപ്പിതമനോഭവവേഗ കൂജഗതിം ഗമിതാനദ്വിധാമ കശ്മലേന കപരം വസനം വാ. അപ്പോൾ ഭഗവാന്റെ കാലിൻ്റെ അടയാളങ്ങൾ നിജ പാദാബ്ജദളൈർ ധ്വജ വജ്ര, ധ്വജം കൊടിക്കൂറയുടെ അടയാളം, കാലിൻ്റെ രേഖകൾ, വജ്രം, നീരജ താമര, അങ്കുശ തോട്ടി, വിചിത്ര ലലാമൈ വിചിത്ര രേഖകളാകുന്ന അലങ്കാരത്തോടു കൂടിയത്. നേരത്തെ പറഞ്ഞു ഭഗവാന്റെ കാലിൽ 19 ചിഹ്നങ്ങളുണ്ട്. കൊടിക്കൂറ, വജ്രം, താമര, തോട്ടി തുടങ്ങിയ 19 ചിഹ്നങ്ങൾ. അങ്ങനെ താമരതളം പോലെ ഇരിക്കുന്ന തൻ്റെ കാലടി കൊണ്ട് വജ്രഭൂമിയുടെ ഖുരതോദം കുളമ്പ് തട്ടിയിട്ടുള്ള സുഖത്തെ ശമിപ്പിക്കുന്നവനായി വർഷ്മ ഗതി ശരീരം കൊണ്ട് മത്തഗജത്തെ പോലെ സഞ്ചരിക്കുന്നവനായി ഈഡിത വേണു പൊഴിക്കുന്ന വേണുവിനോട് കൂടിയവനായിട്ട് അല്ലെങ്കിൽ ഊതുന്ന വേണുഗാനത്തോട് കൂടിയവനായി എപ്പോൾ ഭവിക്കുന്നുവോ അപ്പോൾ വ്രജതി സഞ്ചരിക്കുന്നു. തേന അതുകൊണ്ട് സവിലാസവീക്ഷണ അർപ്പിത മനോഭവവേഗ വിലാസത്തോടുകൂടിയുള്ള നോട്ടത്താൽ
അർപ്പിക്കപ്പെട്ട മന്മഥ വിചാരത്തോട് കൂടിയതും വയം ഞങ്ങൾ കൂജഗതിയും വൃക്ഷങ്ങളുടെ അവസ്ഥയെ ഗമിതാം പ്രാപിക്കപ്പെട്ടവരായി കശ്മലേന മോഹം കൊണ്ട് വസനം വ വസ്ത്രത്തെയോ കബരം വ തലമുടിയോ നവിതാമ അറിഞ്ഞില്ല. അപ്പം ഞങ്ങളുടെ ഹൃദയത്തിൽ വ്യാപിക്കപ്പെട്ട മന്മഥ വികാരത്തെ അടക്കിക്കളയാൻ അശക്തരായ ഞങ്ങൾ എന്തു ചെയ്തു? ആ ഭഗവാന്റെ മന്ദഗതിയും പതുക്കെ പതുക്കെ മതിച്ചാന നടക്കും പോലെ നടന്ന് വിലാസ നോട്ടങ്ങളെയും കേട്ടും കണ്ടും ആനന്ദപരവശകളായി ബാഹ്യസ്മൃതി തീരെ ഇല്ലാതായി സ്ഥാപനങ്ങളെപ്പോലെ വൃക്ഷങ്ങളെപ്പോലെ സ്തംഭിച്ച് നിൽക്കുകയും മോഹാലസ്യ നിമിത്തം അഴിഞ്ഞു വീഴുന്ന വസ്ത്രങ്ങളോടും തലമുടി കെട്ടുകളോടും കൂടി ഭവിച്ചു. അവർക്ക് ഒരു ബോധവുമില്ലായിരുന്നു, പരിസര ബോധമില്ലാതെ അവർ നിന്നു. നിജപദാബ്ജദളൈർധ്വജവജ്ര നീരജാങ്കുശ വിചിത്രലലാമൈ വജ്രഭുവര ശമയൻ ഖുരതോദം വ്രജഭുവശമയൻ ഖുരതോദം വർഷ്മധുര്യഗതിരീഡിതവേണും പ്രജതിതേന വയം സവിലാസ വീക്ഷണാർപ്പിത മനോഭവവേഗ കൂജതി ഗമിദാന വിദാമ കശ്മലേന കബരം വസനം വാ. ശ്ലോകം 18-19 അടുത്തത്. മണിധര ക്വചിത ഗണയൻഗ മാലയാദൈതഗന്ധതുളസ്യ പ്രണയിനോ അനുചരസ്യ കഥാംസേ പ്രക്ഷിപൻ ഭുജമഗായതയത്രാം കുണിതവേണുരവ വഞ്ചിത ചിത്രാം കൃഷ്ണമന്വസത കൃഷ്ണഗൃഹിണ്യാ ഗുണഗണാർണവമനുഗത്യ ഹരിണ്യോ ഗോപിക ഇവ വിമുക്തഗുർഹാശ. എവിടെ? മാൻപേടകളുടെ പശുക്കളുടെയും മാൻപേടകളുടെയും കാര്യം പറയുകയാണ്. മണിധര മണികളെ കെട്ടുന്നവനും, അതായത് പശുക്കളെയൊക്കെ മേച്ച് അസ്തമിക്കാറായപ്പോൾ വീട്ടിലേക്ക് വരുവാനായി ഭാവിച്ച കൃഷ്ണൻ വേണുഗാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആശ്ചര്യം മറ്റൊരു ഗോപികയോട് പറയുകയാണ്. കാട്ടിലേക്ക് പോകുന്ന പശുക്കളുടെ എണ്ണവും അവ എവിടെ സഞ്ചരിക്കുന്നു എന്ന് എല്ലാം മടങ്ങി വന്നിട്ടുണ്ടോ എന്നറിയാൻ എന്തു ചെയ്യും? അവയുടെ കഴുത്തിൽ മണി കെട്ടിവിടും. അപ്പോൾ ദൂരെയുള്ള പശുക്കളെ ഭഗവാൻ വേണുനാഥം ഉതിർക്കുമ്പോൾ അവ ഇങ്ങനെ വരുമ്പോൾ വരുന്നോല്ലെന്ന് ഈ മണി ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ ഈ മണികൾ അങ്ങനെ പശുക്കളെ തിരിച്ചറിയാൻ വേണ്ടി മണിയൊക്കെ കെട്ടിയാണ് വിടുന്നത്. ഭഗവാൻ എന്ത് ചെയ്യും? ഇഷ്ടനായ ഒരുവൻ്റെ കഴുത്തിൽ ഇടത്തെ കൈയിനെയും ഇടത്തെ കവിളും അങ്ങ് വച്ച് കഴുത്തിൽ ധരിച്ച ദിവ്യഗന്ധമുള്ള തുളസിയാൽ ആകർഷിക്കപ്പെട്ട വണ്ടുകളുടെ നാദത്തോടനുസരിച്ച് വേണുഗാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ മാൻപേടകൾ, അപ്പോൾ പറയുന്നത് മാൻപേടകളുടെ കാര്യമാണ്. മോഹിച്ച മാൻപേടകൾ എന്ത് ചെയ്യുന്നു? ഇളം പുല്ലുകളൊക്കെ തിന്നുകൊണ്ടിരുന്ന മാൻപേടകൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു പോയ ഗോപികമാരെ പോലെ ഭഗവാനെ തന്നെ കണ്ണുമയ്ക്കാതെ നോക്കി നിൽക്കും. അതാണ് ഇതിൽ പറയുന്നത്. മണിധര മണികളെ കെട്ടുന്നവനും ദൈതഗന്ധ തുളസ്യ
പ്രിയപ്പെട്ട വാസനയുള്ള തുളസിയുടെ മാലയോട് കൂടിയവനുമായിട്ട് ക്വചിത് ഒരിക്കൽ ഗാഹ പശുക്കളെ അഗണയൻ കണക്കാക്കുന്നവനായി, അതായത് എത്ര എണ്ണം കൊണ്ടുവന്നോ അത് തിരിച്ചു കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പ്രണയിന ഇഷ്ടനായ അനുചരൻ്റെ അംസെ തോളിൽ, കൂട്ടുകാരൻ്റെ തോളിൽ ഭുജം കൈയിനെ പ്രക്ഷിപൻ വച്ചിട്ട് കഥ എപ്പോൾ എത്ര അഗായൻ ഏത് നിക്കിൽ നിന്ന് പാടിയോ. അപ്പോൾ പശുക്കളെ വിളിക്കാൻ വേണ്ടി വേണുഗാനം പൊഴിക്കുകയാണ്. അപ്പോൾ വേണുവിനെ ഊതിയപ്പോൾ എന്ത് സംഭവിച്ചോ? കൊണിത വേണുരവ വഞ്ചിത ചിത്ത. ശബ്ദിച്ച വേണുവിൻ്റെ നാദത്താൽ വഞ്ചിക്കപ്പെട്ട മനസ്സോടുകൂടിയ ആരാണ്? മനുഷ്യരല്ല, കൃഷ്ണഗൃഹിണ്യ, കൃഷ്ണമൃഗത്തിൻ്റെ ഭാര്യമാരായ കരിണ്യക മാൻപേടകൾ, ഗോപികളെ പോലെ ഗുണസമൂഹങ്ങളുടെ സമുദ്രമായിരിക്കുന്ന കൃഷ്ണനെ അനുഗമിച്ചിട്ട് വിമുക്ത ഗൃഹാശയ മോചിക്കപ്പെട്ട ഗൃഹങ്ങളോടും ഭക്ഷണങ്ങളോടും കൂടിയവയായി അന്വസത കൃഷ്ണൻ്റെ അടുത്ത് വന്നു നിന്നു. അപ്പോൾ അവ പുല്ല് കടിച്ചു കൊണ്ട് നിന്ന മാൻപേടകൾ എന്തു ചെയ്തു? അവ ഓടി വന്ന്, അതായത് കൃഷ്ണന്റെ വേണുഗാനം കേട്ടപ്പോൾ ഗോപികൾ എല്ലാം ഉപേക്ഷിച്ച് ഓടി വന്നതുപോലെ ഇവയും പുല്ലും വീടും എല്ലാം ഉപേക്ഷിച്ച് ഓടി വന്നു നിന്നു. തങ്ങളെ തന്നെ മറന്ന് ഇത് നല്ലവണ്ണം കേൾക്കാൻ വേണ്ടി, ആ മാധുര്യമേറിയ വേണുഗാനം കേൾക്കാൻ വേണ്ടി കൃഷ്ണന്റെ അടുത്ത് വന്നു നിന്നു. അപ്പോൾ ആ മാൻപേടകൾ പോലും കൃഷ്ണനെ വിട്ട് പിരിയാൻ വയ്യ. പിന്നെ നമ്മളുടെ കാര്യം പറയണമോ? അപ്പോൾ നമ്മൾ ഈ ദുഃഖത്തെ നമ്മളെങ്ങനെ സഹിക്കും എന്ന് വേറൊരു ഗോപിക പറയുകയാണ്. മണിധര ക്വചിത ഗണയൻഗ മാലയാദൈത ഗന്ധ തുളസ്യ പ്രണയിനോനുചരസ്യ കഥാംസേ പ്രക്ഷിപൻ ഭുജമഗായതയത്ര കുണിത വേണുരവ വഞ്ചിത ചിത്ത കൃഷ്ണമന്വസത കൃഷ്ണഗൃഹിണ്യ ഗുണഗണാർണം അനുഗത്യകരിണ്യോ ഗോപികായുവ വിമുക്ത ഗുഹാശ. അടുത്തത് 20 21. കുന്ദധാമകൃത കൗതുകവേഷോ ഗോപഗോധന വൃതോ യമുനായാം നന്ദസൂനുരനകേതവത്സോ നർമ്മദ പ്രണയിനാം വിജകാര മന്ദവായുരുപവാദ്യനുകൂലം മാനയന്മലയജ സ്പർശേന വന്ദിതസ്തമുവ ദേവഗണായേ വാദ്യഗീതബലിഭി പരിവവ്രോ. ഇനി യശോദയെ വിളിക്കുകയാണ്. യശോദയോട് പറയുകയാണ്, അനഘേ പാപരഹിതമായ യശോദയെ കുന്തധാമകൃത കൗതുക വേഷോ, മുല്ലമാലകളാൽ അലങ്കരിക്കപ്പെട്ട ഉത്സവത്തോടു കൂടിയവനായി ധനവൃത ഗോപന്മാരാലും പശുക്കളാലും ചുറ്റപ്പെട്ടവനായി നന്ദസൂനു നന്ദകുമാരനുമായിരിക്കുന്ന തവ നിന്റെ വത്സക പുത്രൻ പ്രണയിനാം ചങ്ങാതിമാർക്ക് നർമ്മദ വിനോദത്തെ നൽകുന്നവനായി യമുനയിൽ വിജഹാര ക്രീഡിച്ചു. അപ്പോൾ മുല്ലപ്പൂ കെട്ടിയുണ്ടാക്കിയ മാലകളൊക്കെ ധരിച്ച് വളരെ സന്തോഷമായിട്ട് ഗോപന്മാരാലും പശുക്കൂട്ടങ്ങളാലും ചുറ്റപ്പെട്ട് കൂടെ നടക്കുന്ന ചങ്ങാതിമാരെ വിനോദിപ്പിച്ചുകൊണ്ട് നന്ദപുത്രനായ നിന്റെ പുത്രൻ, നന്ദസൂനുവായ നിന്റെ പുത്രൻ യമുനാ ജലത്തിൽ ക്രീഡിച്ചപ്പോൾ അപ്പോഴെന്ത് സംഭവിച്ചു? മലയജ സ്പർശന, ചന്ദനത്തിൻ്റെ എന്ന പോലെയുള്ള സ്പർശനത്താൽ മാനിച്ചു കൊണ്ടിരിക്കുന്ന മന്ദമാരുതൻ അനുകൂലമാവണ്ണം ഉപവാദി വീശുന്നു. അപ്പോൾ ഭഗവാൻ യമുനയിൽ ക്രീഡിച്ചപ്പോൾ ശീതളമായ ഇളങ്കാറ്റ് കൃഷ്ണൻ സഞ്ചരിക്കുന്ന ദിക്കിലേക്ക് വീശുന്നു. വന്ദിത സ്തുതിപാഠകന്മാരായ ഉപദേവഗണ ദേവവർഗത്തിൽപ്പെട്ടവർ
യാതൊരുത്തരോ തേ അവർ വാദ്യഗീത ബലികൾ കൊണ്ട് തം അവനെ പരിവവ്രു അവന് ചുറ്റും നിന്ന് സേവിച്ചു. അപ്പം മന്ദമാരുതൻ വീശി സ്തുതിപാഠകരായ ഗന്ധർവാദി ദേവഗണങ്ങൾ കൊട്ട്, പാട്ട്, പുഷ്പവർഷം മുതലായവ കൊണ്ട് ചുറ്റും നിന്ന് സേവിച്ചു. അപ്പോൾ സന്ധ്യാകാലം കഴിഞ്ഞിട്ടും കൃഷ്ണൻ ഗോകുലത്തിൽ എത്തിയില്ല. അപ്പം അതിനെക്കുറിച്ച് ഖേദിക്കുന്ന യശോദയെ ഗോപികൾ ആനന്ദിപ്പിക്കുകയാണ്. ആ യശോദയോട് പറയുന്നതാണ്, നിന്റെ പുത്രനെ അതാ യമുനയിൽ കുളിക്കുമ്പോൾ കാറ്റ് വീശി മന്ദമായ കാറ്റ് വീശുന്നു. പിന്നെ രാജാവിൻ്റെ എഴുന്നള്ളത്ത് പോലെയാണ് നിന്റെ മകൻ്റെ വരവ്. വൃത്യജനങ്ങൾ രാജാവ് പോകുമ്പോൾ ആലവട്ടം, വെഞ്ചാമരം എല്ലാം വീശൂല്ലേ, അതുപോലെയാണ് ഇവിടെ മന്ദമാരുതൻ വീശുന്നത്. രാജാവിൻ്റെ ചുറ്റു സ്തുതി പാഠകർ നിന്ന് രാജാവിനെ സ്തുതിക്കും. അതുപോലെ ഇവിടെ ഗന്ധർവാദി ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുകയും വാദ്യഘോഷം മുഴക്കുകയും പുഷ്പവർഷം വർഷിക്കുകയും ചെയ്യുന്നു. അപ്പം നിന്റെ പുത്രൻ, അല്ലയോ യശോദേ, നിന്റെ പുത്രൻ മഹാഭാഗ്യവാനാണ്. ഇങ്ങനെയുള്ള എഴുന്നള്ളത്ത് നിമിത്തമാണ് അവൻ വരാൻ താമസിക്കുന്നത് എന്ന് പറയുകയാണ്. കുന്ദദാമകൃത കൗതുകവേഷോ ഗോപഗോതനവൃതോ യമുനായാം നന്ദസൂനുരനഖേതവ വത്സോ നർമ്മദ പ്രണയിനാം വിജകാര മന്ദവായുരുപവാത്യനുകൂലം മാനയന്മലയജസ്പർശേന വന്ദിതസ്തമുപദേവഗണായേ വാദ്യഗീതബലിഭി പരിവവ്രു. ശ്ലോകം 22-23. വത്സലോ വ്രജഗവാമിതഗ്രഥോ വന്ദ്യമാനചരണപതിവൃദ്ധയേ കൃഷ്ണഗോധനമുപഗോഹ്യ ദിനാന്തേ ഗീതവേണുരനുഗീഡിത കീർത്തി ഉത്സവ ക്ഷമാരുചാഭിരുസ്തൃശീനാം ഉന്നയൻ കുരരജുരിദശ്രദിത്സയൈതി സുഹൃദാശിഷയേഷ ദേവകീ ജഡരഭൂരുഡുരാജ. അപ്പോൾ വീണ്ടും പറയാണ്, കൃഷ്ണൻ വരുന്ന ദൂരത്ത് നിന്ന് കാണുകയാൽ സന്തോഷിച്ച ഗോപികൾ അന്യോന്യം പറയുന്നതാണ്. ശ്രീകൃഷ്ണൻ്റെ കൂടെ പോയ ആ പശുക്കൾ പരമധന്യകൾ തന്നെയാണ്. നമ്മളാണെങ്കിലോ ഇതാ ഇവിടെ വ്രജത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഈ ഗോക്കളേക്കാൾ നമ്മുടെ കാര്യം കഷ്ടം തന്നെയാണ്. ഗോക്കളാണ് ധന്യകൾ. വ്രജത്തിലിരിക്കുന്ന നമ്മുടെ ഹിതകർത്താവായിട്ട് കൃഷ്ണനല്ലാതെ മറ്റാരാണുള്ളത്? നമ്മൾക്ക് വരുന്ന സങ്കടങ്ങളെല്ലാം തീർക്കാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. യാതൊന്ന് ഹേതുവായിട്ട് അഗധ്ര പർവ്വതത്തെ ധരിക്കുകയോ, അതായത് ഗോവർദ്ധന പർവ്വതത്തെ ധരിച്ചില്ലേ, നമ്മെ രക്ഷിക്കാനല്ലേ ഗോവർദ്ധന പർവ്വതത്തെ ധരിച്ചത്. അതുകൊണ്ട് വ്രജത്തിലെ പശുക്കളായ നമ്മുടെ വത്സല, ഹിതത്തെ ചെയ്യുന്നവനും, അപ്പം നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയത്. പതി വഴിയിൽ വൃദ്ധന്മാരാൽ ബ്രഹ്മാവ് മുതലായവരാൽ വന്ധ്യമാന ചരണ വന്ദിക്കപ്പെടുന്ന പാദങ്ങളോട് കൂടിയവനും, ഇപ്പം ലോകസൃഷ്ട കർത്താവായ ബ്രഹ്മാവ് മുതലായ പരമശ്രേഷ്ഠന്മാർ ശ്രീകൃഷ്ണ പാദങ്ങളെ വന്ദിക്കാനായി കൃഷ്ണനെ വഴിമത്തത്തിൽ വളരെ താമസിപ്പിക്കുകയാണ്. അവർ വന്ദിക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് കൃഷ്ണൻ വരാൻ താമസിക്കുന്നത് എന്ന് പറയുകയാണ്. ദിനാന്തെ സായങ്കാലത്തിൽ കൃഷ്ണഗോധനം പശുക്കളെ മുഴുവനും ഉപോഹ്യ ഒന്നായി ചേർത്തിട്ട് വേണുവിനെ കൊണ്ട് ഗാനം ചെയ്യുന്നവനും അണുക ഈഡിത കീർത്തി അനുഗന്മാരാൽ സ്തുതിക്കപ്പെട്ട കീർത്തിയോട് കൂടിയവനുമായിരിക്കുന്നു. ഇപ്പോൾ സന്ധ്യയായി
പശുക്കളെയൊക്കെ മുഴുവനും ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. അവ കൂട്ടം പിരിയാതിരിക്കാനായി സമീപത്തു നിന്ന് വേണുഗാനം ചെയ്യുന്നു. കൃഷ്ണന്റെ പിന്നാലെ നടക്കുന്ന ഗോപന്മാർ കൃഷ്ണന്റെ ലീലാവിശേഷങ്ങളെ പറ്റി കീർത്തിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ശ്രമ രുച അഭി, ശ്രമം നിമിത്തമുള്ള കാന്തി കൊണ്ടുകൂടി ദൃശീനാം, കണ്ണുകളുടെ ഉത്സവം, ആനന്ദത്തെ ഉന്നയൻ പ്രാപിക്കുന്നവനായി. ഇപ്പൊ വേഗത്തിൽ നടക്കുന്നതിനാലും മറ്റും ക്ഷീണിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിയർപ്പ് ജലം മുഖത്തിൽ പൊടിഞ്ഞിരിക്കുന്നു എങ്കിലും ക്ഷണത്തിൽ നമ്മുടെ അരികെ വരണമെന്ന താല്പര്യം പ്രകാശിക്കുന്ന മാതിരി ഭഗവാൻ വേഗം വരികയാണ്. അത് നമ്മുടെ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്നു. എങ്ങനെ വരുന്നു? കുരരജ ചുരിതശ്ര, കുളമ്പുകളിൽ, പശുക്കളുടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുളമ്പുകളിൽ നിന്നുള്ള പൊടികളാൽ വ്യാപിക്കപ്പെട്ട മാലകളോട് കൂടിയവനായി. സുഹൃത് ആശിഷ, സുഹൃത്തുക്കളുടെ ആശിഷിൻ്റെ ദിത്സയ, ദാനം ചെയ്യാനുള്ള ഇച്ഛ കൊണ്ട് ദേവകീ ജഡരഭു, ദേവകിയുടെ വയറ്റിൽ ഉത്ഭവിച്ചവനായ യേശക ഉടുരാജ, ഈ കൃഷ്ണൻ, ഈ ചന്ദ്രൻ, ഉടുരാജ എന്ന് വെച്ചാൽ ചന്ദ്രൻ, കൃഷ്ണനാകുന്ന ചന്ദ്രൻ ഏതി അതാ വരികയാണ്. യശോദയെ സമാധാനിപ്പിക്കാൻ ഗോപികൾ പറഞ്ഞ വാക്കിൽ ദേവകീ ജഡരഭൂ എന്ന പദപ്രയോഗം കൂടെ യശോദയെ ഉദ്ദേശിച്ച് തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് നിശ്ചയമില്ല, കൃഷ്ണന്റെ അമ്മ യശോദയല്ല ദേവികയാണെന്നുള്ള അഭിപ്രായം ഇപ്പോൾ അവർക്കുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് യശോദയോടെ പറയുകയില്ലല്ലോ. പക്ഷേ അത് അവരുടെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതാണ്. അത് യശോദയെ ഉദ്ദേശിച്ച് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. വത്സലോ വ്രജഗവാമദഗ്രഥോ വന്ദ്യമാനചരണപതി വൃദ്ധൈ കൃഷ്ണഗോധനമുപഗോഹ്യ ദിനാന്തേ ഗീതവേണുരഥ അനുഗേഡിത വികീർത്തി ഉത്സവം ശ്രമരുചാഭിദൃശീനാം ഉന്നയൻ കുരരജുരിദശദിത്സയതി സുഹൃദാശിഷയേഷ ദേവകീ ജഡരപൂർഡുരാജ. 24ഉം 25ഉം കൂടെ. മതവിഘൂർണിതലോചനൈഷത് മാനദസ്വസുഹൃദാം വനമാലി ബദര പാണ്ഡുവദനോ മൃദുഖണ്ഡം മണ്ഡയൻ കനകകുണ്ടലലക്ഷ്മ്യാ യദുപതിർധിരതരാജ വിരവിഹാരോ യാമിനീപതിരി വൈഷദിനാന്തേ മുദിതവക്ത്ര ഉപയാതി ദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപം. അപ്പോ കൃഷ്ണൻ വരുന്നത് അവർ വർണ്ണിക്കുകയാണ്. അരികത്ത് അതിസംഭ്രമത്തോടുകൂടി അരികത്തോടി വരുന്ന കൃഷ്ണനെ കണ്ടിട്ട് ചിലർ വർണ്ണിക്കുകയാണ്. മതവികൂർണിത ലോചന ഈഷത്, അല്പം ഈഷത് അല്പം, മതവികൂർണിത ലോചന, മതത്താൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളോടും സ്വസുഹൃതം തൻ്റെ ബന്ധുക്കൾക്ക് മാനത്തെ നൽകുന്നവനായും വനമാല ധരിച്ചവനും ബദര പാണ്ഡുവദന ഈന്തപ്പഴം പോലെ പാണ്ഡുവായ മുഖത്തോടു കൂടിയവനും കനകകുണ്ടല ലക്ഷ്മിയ കനകകുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് മൃദുവായ കവിൾത്തടങ്ങളെ അലങ്കരിക്കുന്നവനും ആയിരുന്നു. ആ കൃഷ്ണൻ ആ വരുന്നത് അവർ വർണ്ണിക്കുകയാണ്. തന്നിൽ സ്നേഹമുള്ളവരെ സൽക്കരിക്കാൻ മനോഹര രൂപം ധരിച്ചിരിക്കുകയാണ്. വനമാല ധരിച്ചിട്ടുണ്ട്, കാതിൽ പൊൻകുണ്ടലങ്ങളുണ്ട്, അത് കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കുന്നു. അപ്പോൾ മുഖം അല്പം പഴുത്ത ഈന്തപ്പഴം പോലെ പാണ്ഡുരമായിരിക്കുന്നു. ധിരതരാജവികാര, ഗജശ്രേഷ്ഠനെ പോലെ ഗമിക്കുന്നവനും, കണ്ടാൽ ഒരു മതിച്ച ആന വരുന്നത് പോലെ തോന്നും. ദിനാന്തേ, സന്ധ്യസമയത്തിൽ യാമിനീപതീവ, ചന്ദ്രൻ എന്ന പോലെ മുദിതവക്ത്ര, സന്തോഷിച്ച മുഖത്തോടിരിക്കുന്ന ഏഷക, ഈ യദുപതി കൃഷ്ണൻ, ബ്രജഗവാം, ബ്രജത്തിലെ പശുക്കളുടെ ദുരന്തം
അന്തമില്ലാത്ത ദുരന്തമല്ല, ദുരന്തം അന്തമില്ല, അന്തം എന്നാണ് ഇവിടെ. അന്തമില്ലാത്തതായ ദിനതാപം, ദിവസത്തിലെ ദുഃഖത്തെ മോചിപ്പിച്ചുകൊണ്ട് ഉപയാതി സമീപത്ത് വരുന്നു. പകൽ സമയം സൂര്യകിരണം ഏറ്റുണ്ടായ ആ ദുഃഖത്തെ നശിപ്പിക്കുന്ന ആ ചന്ദ്രൻ എന്ന പോലെ പ്രസന്ന മുഖമായിരിക്കുന്ന കൃഷ്ണൻ ഇതാ നമ്മുടെ സമീപത്തേക്ക് വരുന്നു. അപ്പോൾ ഇവർക്ക് പകൽ മുഴുവൻ വിരഹതാപമായിരുന്നു. ഇപ്പോൾ അതാ ആ ചൂടിനെ ചന്ദ്രൻ ശമിപ്പിക്കുന്നത് പോലെ ഇവരുടെ ചന്ദ്രനായ കൃഷ്ണൻ ഇതാ അവരുടെ അടുത്തേക്ക് വരുന്നു. മതവികൂർണിതലോചനൈഷൻ മാനദസുഹൃതാം വനമാലി ബദര പാണ്ഡുവദനോ മൃദുഗണ്ഡം മണ്ഡയൻ കനക കുണ്ടലലൈഷ്മ്യ യദുപതിർദിരതരാജവികാരോ യാമിനീപതിറി വൈഷദിനാന്തേ മുദിതവക്ത്ര ഉപയാതി ദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപം. ശ്ലോകം 26. ശ്രീശുകോവാച. അപ്പോൾ അവരുടെ യുഗളഗീതം അവസാനിച്ചു. അപ്പോൾ ശ്രീശുകം പറയാണ്, ഏവം ഭജ സ്ത്രീയോ രാജൻ കൃഷ്ണലീലാനുഗായതി രേമിരേഹസു തച്ചിത്ത തന്മനസ്കാ മഹോദയ. രാജാവേ, തച്ചിത്ത അവനിൽ ചേതനയോടു കൂടിയവരായി, തന്മനസ്ക അവനിൽ സങ്കല്പത്തോടു കൂടിയവരായി, മഹോദയ മഹത്തായ ഉദയത്തോടു കൂടിയവരായിരിക്കുന്ന വ്രജസ്ത്രീകൾ ഏവം ഇപ്രകാരം അഹസു പകൽ സമയത്തും കൃഷ്ണന്റെ ലീലകളെ ഗായതി പാടുന്നവരായിട്ട് രമിച്ചു. അപ്പോൾ ഗോപികൾ ചെയ്ത ആ യുഗളഗീതം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൃഷ്ണനെ കണ്ടില്ലെങ്കിലും പകൽ സമയത്ത് മുഴുവൻ എന്ത് ചെയ്യും? അവർക്ക് കൃഷ്ണന്റെ ഓർമ്മ തന്നെ. കൃഷ്ണൻ ചെയ്ത ഓരോ ലീലകളെ അനുകരിച്ച് ഓരോരുത്തർ പാടിക്കൊണ്ടേയിരിക്കും. അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല, കൃഷ്ണചിന്ത മാത്രമേ അവർക്കുള്ളൂ. അപ്പം അങ്ങനെ അതാ കൃഷ്ണൻ അവിടെ എത്തുന്നു. സന്തോഷത്തോടുകൂടി അവർ സ്വീകരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ പരസ്പരം പാടി അവർ പകൽ സമയം കഴിച്ചു കൂട്ടുന്നു. അപ്പോൾ അതാണ് യുഗളഗീതം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർത്തെ ഗോപികാ യുഗളഗീതം നാമ പഞ്ചത്രിംശോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.